ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് മസാല വഴറ്റാതെ മാവ് കുഴയ്ക്കാതെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാനായിട്ട് അരക്കപ്പ് വീതം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ചിക്കൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മല്ലിയില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ നല്ല തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള വലിയൊരു പൊട്ടാറ്റോ ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മസാല ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഈ ഒരു 4 സൈഡിലെ ആ ഒരു ബ്രൗൺ പാർട്ടും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല, നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതുപോലെ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഓരോ ബ്രെഡും നല്ല രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാനായിട്ട്. ഇനി പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നല്ല രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് നല്ല തിന്നായിട്ട് തന്നെ ഇതിലേക്ക് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ, അതുപോലെ നല്ല തിന്നായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ മസാലയ്ക്ക് ഞാനിവിടെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഒരു രീതിയിൽ നമുക്കിതിനെ റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ മാത്രം നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് ഒരു സ്റ്റിക്ക് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും സെയിം രീതിയിൽ തന്നെ ഞാനിപ്പോൾ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതിലേക്ക് ഒരു എഗ് ബാറ്റർ കൂടെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ഓരോ റോളും ഇതുപോലെ നമ്മുടെ ഈ ഒരു എഗ് ബാറ്ററിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എഗ് ബാറ്ററിൽ നമ്മളൊന്ന് മുക്കിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം തന്നെ സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിനെ നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ എല്ലാതും സെയിം രീതിയിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഓയിലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഇഫ്താർ സ്നാക്കിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡും ഗോൾഡൻ കളറായി വരുന്നത് വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിനെ നമുക്കിതിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇനി മുതൽ മസാല വഴറ്റി മാവ് കുഴച്ചൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാതും ഞാൻ സെയിം രീതിയിൽ തന്നെ അവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.